ത്രിയേക ദൈവത്തിന് സ്തുതി. ലോകരക്ഷകനായ മിശിഹാ തമ്പുരാന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ അതിഗംഭീരമായി യേശുമ്പുരാന് കിട്ടിയ ഏറ്റവും മഹത്തരമായിട്ടുള്ള സ്വീകരണത്തിന്റെ പൂർണ്ണതയിൽ ലോകത്തിലുള്ള യഹൂദന്മാർക്ക് ആയി വേർതിരിച്ചിരിക്കുന്ന ഏക ദേവാലയമായ യെരുശലേം ദേവാലയത്തിൽ പ്രവേശിച്ച് ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ ഗൗരവമായി ശാസനയുടെ രൂപത്തിലും ശിക്ഷണത്തിന്റെ പൂർണ്ണതയിലും ശകാരത്തിന്റെ ഗൗരവമായിട്ടുള്ള ഒരു തലത്തിലും ശക്തമായി കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച ഒരു മുഹൂർത്തമാണ് യഹൂദജനം കുഞ്ഞുങ്ങളടക്കം ആർപ്പോടെ ആഘോഷിച്ച ഊശാന പെരുന്നാൾ. ജനങ്ങൾ ആവേശത്തോടെ നിമിഷങ്ങൾ ചെലവഴിക്കുകയും രക്ഷകനാണെന്ന് മനസ്സിലായ അവസരത്തിൽ നിറവോടെ ദാവീദ് പുത്രന് ഹോശന്ന എന്ന് ആർത്തുപാടി ആവേശത്തോടെ ദേവാലയത്തിലേക്ക് വിളിപ്പിച്ചപ്പോൾ രക്ഷകൻ പ്രവേശിച്ച് അവിടുത്തെ തിന്മകളെ കാണുകയും പൈശാചികതയെ മനസ്സിലാക്കുകയും ആ ദേവാലയം എന്തിനു വേണ്ടി വേർതിരിച്ചിരിക്കുന്നോ ആ കാര്യം പൂർണ്ണമായി മറന്നുപോയ യഹൂദ നേതൃത്വത്തെ ശക്തമായി ആഞ്ഞടിച്ച് അവിടുത്തെ പരാജയവും യഹോവയാം ദൈവത്തിന്റെ താല്പര്യത്തോടുള്ള നിഷേധത്വവും ദൈവ കൃപ ഏറ്റുവാങ്ങുന്നതിന് പകരം പൈശാചികതയെ വിളമ്പുകയും വളർത്തുകയും കച്ചവട ചരക്കായിട്ട് മാറുകയും ചെയ്ത സാഹചര്യത്തെ കൃത്യമായി മനസ്സിലാക്കി അതിനെതിരായി ശബ്ദമുയർത്തുന്ന ഒരു മുഹൂർത്തമാണ് നാം കാണുന്നത്. ഞാൻ പരാമർശിച്ചതുപോലെ ഏറ്റവും ആവശ്യത്തോടെ യഹൂദജനം രക്ഷകന്റെ പരസ്യ ശുശ്രൂഷവേളയിൽ ഏറ്റവും ആദരവോടും പൂർണ്ണ മനസ്സോടും സ്വന്തം പരവതാനികളും വൃക്ഷലതാദികളും പുഷ്പങ്ങളും ആഘോഷങ്ങളും ആവേശങ്ങളും കൊണ്ട് നിറച്ച അവസരത്തിൽ യെരുശലേം ദേവാലയത്തിൽ വളരെ വൈകൃതമായ ഒരു കാര്യം വന്നു ചേർന്നത് ദുഃഖപൂർണമായ ഒന്നാണ്. എന്നാൽ ഈ പെരുന്നാൾ നാം ഇന്ന് ആചരിക്കുമ്പോൾ നമ്മിലുമുള്ള ഇതുപോലുള്ള തിന്മകളെ മാറ്റി എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലും താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്ന ആ രക്ഷകന് അവസരമൊരുക്കുകയും അവന്റെ താല്പര്യമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പുതുക്കുകയും അവന്റെ സന്ദേശമനുസരിച്ച് വിനയത്തിന്റെയും സമർപ്പണത്തിന്റെയും അനുതാപത്തിന്റെയും ഭാഷ ഏറ്റുവാങ്ങുകയും എന്നാൽ അവരെല്ലാം ആവേശത്തോടെ പ്രഘോഷിച്ച ദാവീദ് പുത്രന് ഹോശന്ന എന്ന് പറയുവാൻ ശക്തിയുള്ളവരായി ഭവിക്കുകയും ചെയ്യുന്നെങ്കിൽ ഈ ഊശാന പെരുന്നാൾ കൂടുതൽ അർത്ഥപൂർണമായി തീരും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ.